ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ടാക്കാം. Painter who died recently, I can see the empty velvet chair waiting to be filled. The Virgin's picture was a splendid painting, and the architect made up his mind at once. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. He directed him to the chair and made him sit on it. Well, my dear fellow, he said, you do have a tongue in your head, and you certainly seem to know how to use it. You are a very talkative fellow, aren't you? അപ്പോൾ നമ്മൾ സ്റ്റോറി എവിടെ സ്റ്റോപ്പ് ആക്കിയത്? നമ്മുടെ ടൈല് രാജാവിനോട് മാപ്പ് ചോദിക്കുന്നത്. ഞാൻ ഈ പിക്ചർ രാജാവിന് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചതിന് എന്നോട് എനിക്ക് മാപ്പ് തരണമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് Painter who died recently, I can see the empty velvet chair waiting to be filled. ഈ കൊട്ടാരത്തിൽ പണ്ടൊരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെയിൽ പറയുന്നത് ആ പെയിൻറ്റർ ഇപ്പോൾ ആ കൊട്ടാരത്തിലില്ല. അപ്പോൾ ആ ചെയർ ഫില്ലാക്കാതെ എംറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടൈല് രാജാവിനോട് പറയുന്നത്. The Virgin's picture was a splendid painting, and the architect made up his painting mind at once. The Virgin's picture was a splendid painting at the architect. അപ്പം നമ്മുടെ വിർജിൻസ് പിക്ചർ അത് പണ്ടുണ്ടായൊരു പെയിൻറ്ററാണ്, കൊട്ടാരത്തിലെ പണ്ടുണ്ടായൊരു പെയിൻറ്ററാണ്. അയാളുടെ പെയിൻറ്റിങ് നമ്മുടെ ആർച്ചിടെക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. അപ്പം നമ്മുടെ ടൈലിനെ ആർച്ചിടെക്ക് എന്താക്കുന്നത്, ക്ഷണിക്കുന്നത്. ആർച്ചിടെക്ക് പറയുന്നത് ഇനി നീയാണ് നമ്മുടെ കോട്ട് പെയിൻറ്റർ. He directed him to the chair and made him sit on it. അപ്പോൾ നമ്മളെ പണ്ടത്തെ പെയിൻറ്ററിൻ്റെ ചെയർ എംറ്റി ആയിട്ട് കിടക്കുകയാണ് ടൈൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആർച്ചിടെക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് പറയുന്നത്, അവിടെ ഇരുത്തിയിട്ട് വെൽ മൈ ഡിയർ ഫെല്ലോ, ഹീ സെഡ് യു ടു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് സെർട്ട്. അപ്പോൾ നമ്മുടെ ആർച്ചിടെക്ക് ചെല്ലുന്നത്, നീ ഒരു നല്ലൊരാളാണ്, നീ നല്ലോണം സംസാരിക്കുന്നത്, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു പറയുന്നത് ആർച്ചിടെക്ക്. അപ്പോൾ എൻ്റെ ഫോർത്ത് പാരഗ്രാഫ്, യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ചെഫ് ഫോർ ജസ്റ്റ് 1 more minute. Child replied, my donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps your highness can even hear it now. I have been feeding himself with dreams of good food and drink at your royal table. അപ്പോൾ നമ്മുടെ ടൈല് നമ്മുടെ രാജാവിനോട് ചെല്ലുന്നത്, യുവർ ഹൈനസ് മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി. രാജാവേ, നീ എന്നെയും എൻ്റെ ഡോങ്കിനെ നിങ്ങൾ ഒന്ന് ഓർക്കണം. കാരണം എന്താ വെച്ചാൽ മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഹോൾ അലോങ് ദ വേ ഓൺ ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ് ആൻഡ് ദ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡ്. എൻ്റെ ഡോങ്കി ആണെങ്കിൽ റോഡ് സൈഡത്തെ ഗ്രാസ് പുല്ലെല്ലാം തിന്ന് വിശപ്പകിട്ടി. പക്ഷേ എനിക്ക് ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. എനിക്കാണെങ്കിൽ 3 ദിവസം എന്തും കിട്ടിയിട്ടില്ല തിന്നാൻ. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ സ്റ്റൊമക്ക് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. രാജാവേ, നിങ്ങൾക്ക് ഇപ്പം കേൾക്കാം എൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട്. I have been feeding myself with dreams of good food and drink at your royal table. ഞാൻ എപ്പം സ്വപ്നം കാണുകയാണ് ഞാനിങ്ങനെ റോയൽ ടേബിളിൽ ഇരുന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നത്. The architect, about the paragraph, the architect smiled and said, well, my dear fellow, you will certainly have something more solid than dreams to feed on, but where is your donkey? അപ്പോൾ നമ്മുടെ ആർച്ചിടെക്ക് ചിരിച്ചുകൊണ്ട് ചെല്ലുന്നത്, നിനക്ക് നിൻ്റെ ഡ്രീമിൽ കണ്ടതിനേക്കാളും നല്ലൊരു ഭക്ഷണം ഞാൻ നിനക്ക് തരുകയില്ലെന്ന്. പക്ഷെ നിൻ്റെ ഡോങ്കി എവിടെ വയ്ക്കുന്നു? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ചെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ് സെറ്റ് ടൈൽ. ഞാൻ അവനെ പുറത്ത് വിട്ടിട്ടുണ്ട്.
പാലസിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് അവനുള്ളത്. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ചെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. എൻ്റെ ചെഫ്, നമ്മുടെ ഡോങ്കിയുടെ പേരാണ് ചെഫ്. ചെഫിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്. നമുക്ക് രാത്രി കിടക്കാൻ ഒരു മുറി വേണമെന്ന് ചെല്ലുന്നു. ദ ആർച്ച്ഡ്യൂക്ക് immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് കൽപ്പിക്കുന്നു സോൾജേഴ്സിനോട് നമ്മുടെ ഡോങ്കീനെ എൻ്റെ ഒരു ആനിമലായിട്ട് തന്നെ നിങ്ങൾ കാണണമെന്ന് എൻ്റെ ഒരു ഓർഡർ കൊടുക്കുന്നു. ബിഫോർ, അപ്പോൾ നമ്മൾ 5th പാരഗ്രാഫാണ്. Before long supper was served and it was like a wedding feast. The tables were loaded with very kind of food and drink. Wine flowed like water. The countries stuffed themselves with the choicest dishes. The archduke made tail eat and drink until his stomach was about to burst. The archduke too ate heartily. His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, "Our court painter must paint our portrait, so that we will have the satisfaction of leaving our memory to our descendants. We too have to take your place in history along with our noble ancestors whose portraits adorn these walls. It is said to think of death, we do not know when." അപ്പോൾ ഈ പറയുന്നത് ബിഫോർ ലോങ് സൂപ്പർ ആൻഡ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡ്ഡിങ് ഫെസ്റ്റ്. അങ്ങനെ നമ്മുടെ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞിട്ട് ടേബിൾ ഫുള്ള് ഭക്ഷണത്തോടെ നിൽക്കുന്നൊരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ഇതായ പോലെയാണ് ഉണ്ടായത്. ദ ടേബിൾസ് വെയർ ലോഡഡ് വിത്ത് വെരി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ നമ്മുടെ ടേബിളെല്ലാം ഡ്രിങ്ക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൈൻ ഫ്ലോഡ് ലൈക്ക് എ വാട്ടർ. വൈൻ എന്ന് വെച്ചാൽ ഒരു കള്ള്, അങ്ങനത്തെ ഒരു ഇത് പറയും. അത് വാട്ടർ, വെള്ളത്തിനെ പോലെ ഒഴുകി. ദ കൺട്രീസ് സ്റ്റഫ്ഡ് ദംസെൽഫ് വിത്ത് ദ ചോയ്സസ്റ്റ് ഡിഷസ്. ഡിഷസ് എന്ന് വെച്ചാൽ കുറേ തരം മീനുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ദ ആർച്ച്ഡ്യൂക്ക് മേഡ് ടൈൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബസ്റ്റ്. നമ്മൾ ആർച്ച്ഡ്യൂക്ക് ടൈലിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത്ര കഴിക്കാം, നിൻ്റെ വയറ് നിറയുന്നത് വരെ നിങ്ങൾക്ക് കഴിക്കാം. ദ ആർച്ച്ഡ്യൂക്ക് ടു എയ്റ്റ് ഹേർട്ട്ലി. അപ്പോൾ ആർച്ച്ഡ്യൂക്കും അവൻ്റെ ഒക്കെ ഇരുന്ന് സന്തോഷത്തോടെ കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. ഡ്രിങ്കിനെ കണ്ടിട്ട് അവൻ്റെ മുഖം സന്തോഷത്തോടെ നിറഞ്ഞു. അപ്പോൾ സന്തോഷത്തോടെ ഡ്രിങ്ക് കണ്ട് നിറഞ്ഞത് നമ്മുടെ ടൈലിൻ്റെ മുഖമല്ല, ആർച്ച്ഡ്യൂക്കിൻ്റെ മുഖമാണ് കേട്ടോ. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് കുറച്ച് കഴിയുമ്പോൾ ആർച്ച്ഡ്യൂക്ക് എന്തോ ചിന്തയിൽ മുഴുകി. ഹി സഡൻലി ലുക്ക് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് മീത്തോടേക്ക് നോക്കി ശബ്ദത്തോടെ പറഞ്ഞു, അവർ കോർട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. നമ്മുടെ കോർട്ട് പെയിൻറ്റർ, ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ടൈല് നമ്മുടെ ഈ പോർട്രേറ്റ് മുഴുവൻ പെയിൻ്റ് അടിക്കണം. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡെസിഡൻസ്. അപ്പം നമുക്കൊരു സാറ്റിസ്ഫൈ ആവും, നമുക്കൊരു ഉറപ്പ് കിട്ടും, നമ്മുടെ മനസ്സിലൊരു ഉറപ്പ് കിട്ടും, ഒരു മെമ്മറി നമ്മുടെ മെമ്മറിയിലുള്ളത് നമ്മൾ വരക്കണം. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടും എന്ന് പറയുന്നത്. വി ടു ഹാവ് ടു ടേക്ക് അവർ പ്ലേസ് ഇൻ ഹിസ്റ്ററി അലോങ് വിത്ത് അവർ നോബിൾ ആൻസെസ്റ്റർ. അപ്പോൾ എന്തിനാണ് അങ്ങനെ പെയിൻറ്റ് കൊടുക്കുന്നത്? നമ്മുടെ കൊട്ടാരവും ഹിസ്റ്ററിയിൽ എന്ന് വരുന്ന കാലഘട്ടത്തിന് നമ്മളെ കൊട്ടാരവും പഠിക്കാനുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും കുറേ കൊട്ടാരത്തിലെ പെയിൻറ്റേഴ്സിനെല്ലാം പറ്റിയിട്ട്. അപ്പം നമ്മുടെ ഈ കൊട്ടാരവും എന്ന് വരുന്ന തലമുറക്ക് പഠിക്കാനുണ്ടാവണമെന്ന് പറയുന്നു നമ്മുടെ ആർച്ച്ഡ്യൂക്ക്. വി ഡു നോട്ട്, ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെ ഓർക്കുന്നത് വിഷമമാണ്. വി ഡു നോട്ട് നോ വെൻ, നമുക്ക് മരണം എപ്പോഴാണെന്നും നമുക്കറിയില്ല. അടുത്ത പേജ്. God will think fit to someone else, but our portrait should be painted. അങ്ങനെ വെച്ചാൽ God will think fit to someone else. അത് ദൈവം തീരുമാനിക്കുന്നതാണ് മരണം എപ്പോഴാണെന്ന് ദൈവം തീരുമാനിക്കും. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. മരണം
സാധാരണയാണ്, മരിക്കും ജീവിക്കും. പക്ഷെ നമ്മുടെ കൊട്ടാരം പെയിൻ്റ് അടിക്കണം. നമ്മുടെ 6th പാരഗ്രാഫാണ് അടുത്ത വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ 6th പാരഗ്രാഫ് അടുത്ത ലിങ്കിലുണ്ടാവും. അപ്പോൾ ബൈ.